ഹായ് ഹലോ. അപ്പോൾ എന്താണെന്നല്ലേ, ഇപ്പം ഞാൻ കുറച്ച് വിശന്ന് കേട്ടോ. നമുക്ക് നേരത്തെ ഫുഡ് കഴിച്ചായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ കുറച്ച് മാവ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നേ. അതെടുത്തിട്ട് നമുക്കൊരു ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കറിയൊന്നുമില്ല കഴിക്കാൻ. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചക്കറി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ ദോശ ഉണ്ടാക്കാൻ അറിഞ്ഞിട്ടുണ്ടോ. ഈ മസാല എന്തൊക്കെ പുരട്ടിയൊരു ദോശ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതെനിക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. നമ്മൾ ട്രൈ ചെയ്യാൻ പോവുകയാണ്. കുറച്ച് മുളക് പൊടിയൊക്കെ വാരി ഇടണമെന്നാണ് പറഞ്ഞത്. ആദ്യത്തെ 2 ദോശ ചുട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നോർമൽ ദോശയാണ് കേട്ടോ. ഇനി അടുത്ത് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പം ഞാനൊന്ന് എടുക്കട്ടെ. കണ്ടോ, ഇതിൽ അമ്മ കുറച്ച് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സംഭവം എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു. അമ്മയ്ക്ക് പറഞ്ഞുകൂടിയിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ഇങ്ങനെ എടുത്തപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ അപ്പോൾ പറഞ്ഞു കൊച്ചു ഇതിൽ എണ്ണ ഒഴിച്ച് വയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ച് വെച്ചേക്കുന്നത്. കുറച്ച് മാവ് ഇതിലോട്ട് കോരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒറ്റയ്ക്കുള്ളത് കൊണ്ട് ക്യാമറ പിടിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും നമ്മൾ ഒരു സാഹചര്യമായിട്ട് ഉണ്ടാക്കണം കേട്ടോ. ഇത് ഇങ്ങനെ ഒഴിച്ച് ദോശമാവാണ്, രാവിലത്തെ ദോശമാവാട്ടെ. നല്ല സോഫ്റ്റ് ദോശയായിരുന്നു രാവിലെ കഴിച്ചത്. ഞാനിപ്പോൾ ഉച്ചയ്ക്ക് ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ട് വന്ന സമയത്തും ചോറ് കഴിക്കാതെ ദോശ ഉണ്ടാക്കി കഴിച്ചു. എനിക്ക് അമ്മ ഉണ്ടാക്കി തന്ന ദോശ. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഐ തിങ്ക് ഇതിൻ്റെ ഭാഗമായിട്ട് വരുമ്പോഴാണ് മുട്ട ഒഴിക്കേണ്ടത്, ഇതൊക്കെ വാരി ഇടേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഒന്ന് പാകമായിട്ട് വന്നാൽ അതിൽ കുറച്ച് മുളക് പൊടി എടുത്ത് വെച്ചേക്കാം കേട്ടോ. അതിലിങ്ങനെ വിതറി കൊടുക്കാനേ കുറച്ച് നല്ലെണ്ണയും കൂടെ ഒഴിക്കാം. നല്ലെണ്ണ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. കണ്ടു, ഇത് അമ്മ അച്ചാറുടെ മാച്ചോണ്ട് വെച്ചേക്കണേയാണ്. അമ്മ അറിയാതെ വേണം ഇതെടുക്കാൻ. ദോശയ്ക്ക് അത്ര വലിയ ഗ്ലാമറൊന്നും വരത്തില്ല, കാരണം കുറേ രാവിലെ ഫ്രിഡ്ജിൻ്റെ അകത്തിരിക്കുന്നതല്ലേ. അപ്പം നമുക്കിതിൽ കുറച്ച് മുട്ട ഒഴിച്ച് കൊടുക്കാമേ. ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ സ്പ്രെഡ് ചെയ്ത ഇത്രയും വൃത്തിയില്ലാതായോ. ഇനി കുറച്ച് പച്ചക്കറി വാരിയിട്ട് കൊടുക്കാം. അപ്പം ഇതാണ് നമ്മുടെ എഗ് ഓംലേറ്റ്, ദോശ എഗ് ഓംലേറ്റ്. നമ്മളിതിൽ കുറച്ച് ഉപ്പിടാണ്. ഞാൻ ഓൾറെഡി മുട്ടയെ ചേർത്തിട്ടുണ്ട്. ഇനി പച്ചക്കറിയൊക്കെ ഇട്ടുകൊണ്ടാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് അത് നമ്മൾ കുറച്ച് മുളക് പൊടി തൂകാണേ. മുളക് പൊടി എന്തരാവണമെന്നോ, ഇത് മുളക് പൊടി തൂകി കൊടുക്കുന്നതുകൊണ്ട് ഇനി ഇത് തിരിച്ചിടാം. ഇനി ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ കട്ടൻ ചായയാണ് കേട്ടോ. രാത്രി പാലുണ്ട്, പക്ഷെ ചായ ഇടുന്നില്ല. ഏകദേശം 1 മണി ആവാറായി. 1 മണിയായപ്പം വിശപ്പിൻ്റെ അലറാൻ അടച്ചു തുടങ്ങി. ഉറങ്ങിയിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ലായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ ആരും ഉറങ്ങിയിട്ടില്ല, ഞങ്ങളെല്ലാവരും എണീറ്റിരിക്കുക. ഇനിയിപ്പം അമ്മയൊക്കെ അനിയത്തിയും കൊണ്ട് പട്ടാമ്പിയിലോട്ട് പോവാം. അപ്പം 3:30 കഴിഞ്ഞ് പോകണം. അപ്പം അവരതിനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ പറക്കി വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ദോശ അവൾക്കും എനിക്കൊണ്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചേട്ടാ. ബൈ ബൈ, സി യു. ഒരു ദോശ ആയിട്ടുണ്ട്. ഇനി ഒരു ദോശ ഉണ്ടാക്കിയിട്ട് ഇതുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും എൻ്റെ വക ഗുഡ് നൈറ്റ്. ഹാവ് എ നൈസ് ഡേ. ഓക്കെ. ഇതിന് പ്രത്യേകിച്ച് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ഞാനിനി ഉണ്ടാക്കിക്കൊണ്ടാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് പ്രത്യേകിച്ച് വലിയതായിട്ടൊന്നും തോന്നില്ല. പക്ഷേ കൊള്ളാം. കറിയില്ലാത്തപ്പം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. പക്ഷേ ഞാൻ അങ്ങനെ വിടത്തില്ല. എനിക്ക് മാങ്ങാച്ചാറ് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ ഇഷ്ടം. കുറച്ച് മാങ്ങാച്ചാറും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി കട്ടൻ ചായയും കൂടെ ആകുമ്പോൾ കഴിക്കാം. പക്ഷേ വലിയ ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. അപ്പോൾ ഇത് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ താങ്ക് യു സോ മച്ച്.